ചിലർക്ക് അനുഗ്രഹം കിട്ടിയാൽ അറിയാതെ വരും. അപ്പോൾ അനുഗ്രഹം കിട്ടുമ്പോൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് അനുഗ്രഹം അറിയുന്നത്. എന്താ അങ്ങനെ പറയണമെന്നറിയാം? ഇപ്പോൾ ഒരു ചേട്ടൻ വന്ന് സാക്ഷ്യം പറഞ്ഞില്ലേ, എന്നാ പറഞ്ഞത്? അദ്ദേഹം നടുവ് തകർന്ന് വന്നൊരാളാണ്. ശരിക്കും ഉടമ്പടി അന്ന് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ ചെറുപ്പക്കാരനായതുകൊണ്ട് ഇനിയും കുറേ കാലം കുടുംബത്തിന് വേണ്ടി വേലയെടുത്ത് കൊടുക്കേണ്ട ആളായത് കൊണ്ടാണ് ഞാൻ അയാളെ അപ്പം തന്നെ പൊക്കി അൾത്താരെ കൊണ്ടുപോയി സക്രാരിയെ തുടിച്ച് നിർത്തി. അപ്പോൾ അദ്ദേഹം എന്താ പറയണത്? അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഷോക്കടിക്കണ പോലെ അദ്ദേഹത്തിന് തോന്നി. പക്ഷെ അങ്ങനെ തോന്നിയാലും താൻ സൗഖ്യപ്പെട്ടുവെന്ന് അദ്ദേഹം വിശ്വസിക്കണില്ല. കാര്യം ഫുട്ബോൾ കളിക്കാൻ വരെയുള്ള സൗഖ്യം കൊടുത്ത അദ്ദേഹത്തിന്, അതുകൊണ്ടാണ് അദ്ദേഹം കളിക്കാൻ പോയത്, അനക്കാൻ പാടില്ലാതെ. അപ്പോൾ നമ്മൾക്ക് അനുഗ്രഹം ലഭിച്ചാലും നമ്മൾക്ക് അത് അറിയണമെന്നുള്ളത്, അതിനാണ് ഈ വിശ്വാസം എന്ന് പറയണത്. അനുഗ്രഹം ലഭിച്ചാലും അത് നമുക്ക് അറിയണ്ടേ? അറിവിനാണ് വിശ്വാസം എന്ന് പറയണത്. ഇപ്പോൾ അഭിമന്യ പിതാവിൻ്റെ ധ്യാനപ്രസംഗം ഇന്ന് നമ്മൾ കേട്ടില്ലേ? ഞാൻ നന്ദി പറഞ്ഞപ്പോൾ ഹൃദയംഗമമായിട്ടാണ് നന്ദി പറഞ്ഞത്. എന്നാ കാര്യം എന്നറിയാവോ? പിതാവിനെ കാണാൻ ചെല്ലുമ്പോൾ പിതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ സമയത്ത് പിതാവിന് ഭയങ്കര പനിയും നല്ല ചൂടിന് പിതാവ് മഫ്ലറൊക്കെ ചുറ്റിയിരിക്കുകയാണ്. ഞങ്ങൾ ചെന്നത് ഉച്ച 12 മണിക്കാണ് ചെന്നത്. അപ്പോഴുണ്ട് നമ്മൾ ഈ മഫ്ലറൊക്കെ ചുറ്റിയിരിക്കണം. അപ്പോൾ എന്നാ ഒരു പനിയും കുളിരുമായിരിക്കും. ഞങ്ങൾ ചെന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ചെന്നത്. അപ്പോൾ ശനിയാഴ്ച ഇവിടെ വരണ്ടേ. അപ്പോൾ അതിനുള്ളിൽ ഈ പനിയെല്ലാം മാറി ചുമയെല്ലാം മാറി ഓക്കെ ആകണം. അപ്പോൾ പിതാവ് കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിന്. പിതാവ് കാപ്പി കുടിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞാൻ ഈ പ്രോഗ്രാം ശുശ്രൂഷ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി കുറേ പ്രാർത്ഥിച്ചതെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ മെച്ചം എന്താ ഉണ്ടായത്? നമ്മൾക്ക് വ്യക്തമായ ഒരു മരിയൻ ഇൻസൈറ്റ് കൂടി നമ്മൾക്ക് പിതാവിൽ നിന്ന് കിട്ടിയതാണ്. ഒരു മരിയൻ ഇൻസൈറ്റ്. അത് നിസ്സാരമായ ഇൻസൈറ്റ് അല്ലത്, ഒരു അന്തർദർശനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയമായില്ല എന്നുള്ളതാണല്ലോ ഉടമ്പടിയുടെ മർമ്മത്തിലേക്ക് നമ്മളെ സഞ്ചരിപ്പിക്കുന്നത്. ഇപ്പം എല്ലാത്തിൻ്റെയും വിഷയം സമയമാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു 2-3 വർഷം മുമ്പ് അടുത്ത ഒരു പള്ളിയിലിരിക്കുകയായിരുന്നു. നിങ്ങൾ ചിലരൊക്കെ അവിടെ വന്നിട്ടുണ്ട്, വലിയ കലവൂർ പള്ളിയിൽ. ഇപ്പം ഞാൻ ആ പള്ളി ചെല്ലുമ്പോൾ 2006 ആ പള്ളി ചെല്ലണത്. അവിടുന്ന് പിരിഞ്ഞു പോരണത് 2011 ആ പള്ളി ചെല്ലണത്. അവിടുന്ന് പിരിഞ്ഞു പോരണത് 2016 മറ്റാണ് പിരിഞ്ഞു പോരണത്. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഒരു പ്രശ്നം, പള്ളിയുടെ പണി ആരംഭിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. പണി ആരംഭിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ അമ്മയോട് അന്ന് പറഞ്ഞത്, ഞാൻ പള്ളി മുറ്റത്തൊക്കെ സന്ധ്യയ്ക്ക് നിന്ന് പ്രാർത്ഥിക്കും. ആൾക്കാരെല്ലാം പിരിഞ്ഞു പോകുമ്പോൾ ഗേറ്റ് പൂട്ടി കഴിയുമ്പോൾ സന്ധ്യയ്ക്ക് പള്ളിമുറ്റത്ത് നിന്നുകൊണ്ട്, അത് ഈ പള്ളിയല്ല, ഞാൻ ഇരുന്ന പള്ളികളിലെല്ലാം, ഇപ്പോൾ ഇരിക്കുന്ന തൈക്കാട്ടശ്ശേരിയിലും അങ്ങനെ തന്നെയാണ്. സന്ധ്യയാകുമ്പോൾ വന്ന് പള്ളിമുറ്റത്ത് മുട്ട് നിൽക്കും, കൈ കുഴക്കണവരെ കൈ വിരിച്ചു പിടിക്കും. കാര്യം നമ്മളെ ഫങ്ഷൻ നടക്കണ പോലെ അല്ലല്ലോ, ആൾക്കാർ വരണ പോലെയല്ലോ. ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധമെന്ന് പറഞ്ഞത് അത് ഈ ഫങ്ഷൻ കൊണ്ടുണ്ടാകേണ്ടതല്ല. നിങ്ങളൊക്കെ എല്ലാവരെയും ഞാൻ നോക്കിയാലും എനിക്കതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അത് ദൈവത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. എൻ്റെ ആധ്യാത്മിക കാര്യത്തിന് വേണ്ടി ഞാൻ സ്വന്തമായിട്ട് ദൈവവുമായിട്ട് ബന്ധമുണ്ടാകണം. അത് നിങ്ങൾ ഓർത്തേക്കണം. മക്കളെ വളർത്തുന്നത് ഒരു ഫങ്ഷനാണ്, അത് പ്രാർത്ഥനയ്ക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല. പറഞ്ഞ മനസ്സിലായില്ലേ? മക്കളെ വളർത്തുന്നതും ഭർത്താവിനെ നോക്കുന്നതും ഭാര്യയെ നോക്കുന്നതൊക്കെ ഒരു നമ്മളിപ്പം ഞാൻ നിങ്ങളെ നോക്കണ പോലെയുള്ള ഒരു ശുശ്രൂഷയാണ്. അതൊന്നും ദൈവവുമായിട്ട് നമുക്ക് ഇരിക്കുന്നതിനുള്ള പകരമുള്ള കാര്യമല്ല. പ്രവർത്തനങ്ങളൊന്നും പ്രാർത്ഥനയ്ക്ക് പകരമല്ല. അത് നടുവ് വെട്ടിയാലും ശരി,
നമുക്ക് ഇന്ന് മേലെങ്കിലും ശരി മേലെന്നും പറഞ്ഞ് കർത്താവിൻ്റെ അടുത്ത് വന്നിരിക്കണം. നാവ് പൊങ്ങണില്ല എന്നും പറഞ്ഞ് അതും വന്ന് എനിക്ക് ഒരു വാക്ക് പറയാൻ പറ്റണില്ല കർത്താവേ എന്നും പറഞ്ഞ് പിന്നെയും പറ്റണില്ലെന്നും പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കണം. പ്രാർത്ഥനയ്ക്ക് ഒന്നും പകരമായിരുന്നെങ്കിൽ യേശു ഗെത്സെമനി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. രാവും പകലും ഈശോ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കൊച്ചു വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഏറെ രാത്രിയായിട്ട് അപ്പം വർദ്ധിപ്പിച്ച് കഴിഞ്ഞ് പിന്നെയും മരയിൽ പോയി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കാര്യം പകൽ മുഴുവൻ അധ്വാനിച്ചല്ലോ. അധ്വാനമൊന്നും ആരാധനയ്ക്ക് പകരമല്ല. മനുഷ്യരാശിയോട് പിശാച് പറഞ്ഞ ഏറ്റവും വലിയ ബൈബിളാണ്. എന്താണ്? വർക്ക് ഈസ് വർഷിപ്പ്. അധ്വാനമാണ് ആരാധന. എത്ര പേരെ തകർത്ത് കളഞ്ഞെന്നറിയാവോ? അധ്വാനം ഒരിക്കലും ആരാധനയല്ല. ആരാധനയ്ക്ക് പകരം വെക്കാൻ അധ്വാനത്തിന് പറ്റത്തുമില്ല. സ്തുതിയുടെ ഹല്ലേലൂയ. അപ്പോൾ ഞാൻ അമ്മയോട് സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ എന്താ പറഞ്ഞെന്നറിയാവോ? അമ്മേ, എത്രയും വേഗം പള്ളി പണി പൂർത്തിയാക്കണം. എന്നാ കാര്യം? സമയം കൂടുന്തോറും ചെലവ് കൂടിക്കൊണ്ടുവരും. അതാണ് പ്രശ്നം. സമയം കൂടുന്തോറും ചെലവ് കൂടും, കടങ്ങൾ വർദ്ധിക്കും. അപ്പോൾ സമയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അമ്മ ഒരുവിധം എന്നെ ആ വിഷയത്തിൽ സഹായിച്ചു. ഒരു വിധമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? നമുക്ക് പണമില്ല. ഉണ്ടായിരുന്ന പണം ജനങ്ങളുടെ നിന്ന് വാങ്ങിച്ച പണങ്ങളെല്ലാം കൊണ്ട് നേരത്തെ ഇരുന്ന അച്ഛൻ പണി അത്രയും ചെയ്യാവുന്ന അത്രയും ചെയ്തപ്പോൾ ജനങ്ങളും പാപ്പരായി, പള്ളിയും പാപ്പരായി. പണി നിന്നുപോയി. 6 മാസമായിട്ട് നിന്നുപോയി പണി. ഞാനാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ചോദിക്കത്തുമില്ല, കൈ നീട്ടത്തുമില്ല. അത് ഞാൻ ഈശോയ്ക്ക് അറിയാം. ഞാൻ ചെന്നപ്പോൾ ഈശോനോടും പറഞ്ഞ് ജനങ്ങളോടും പറഞ്ഞ് പള്ളി പണിയേണ്ട കാര്യവും പറഞ്ഞുകൊണ്ട് ഞാനൊരു മനുഷ്യൻ്റെ വീട്ടിലും വരത്തില്ലെന്ന് പറഞ്ഞു. എന്താ കാര്യം? നമ്മുടെ കർത്താവ് സമ്പന്നനാണ്. കർത്താവിൻ്റെ ആലയം പണിയണം. ഞാൻ ഇരിക്കുന്ന കാലത്ത് പണിയണമെന്ന കർത്താവിന് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ സഹായിക്കും. പണപ്പിരിവ് നടത്താൻ വേണ്ടി അഭിഷിക്തൻ്റെ സമയം കളയേണ്ട കാര്യമുണ്ടോ? അഭിഷിക്തൻ്റെ പണി എന്താ? കർത്താവിൻ്റെ ആത്മാക്കളെ സംരക്ഷിക്കുക, നിലനിർത്തുക, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുക തന്നെയാണ് പരിപാടി. ആത്മീയ കാര്യമാണ്. അതെനിക്ക് ഇപ്പോഴുള്ള 32 കൊല്ലം മുമ്പ് തോന്നിയ ബോധ്യം തന്നെയാണ്. ഇന്നും ആ ബോധ്യം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് അമ്മ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ തന്നെ വിഷയം കൈകാര്യം ചെയ്യണമെന്ന് പറയും. എന്തിനാ അങ്ങനെ അന്ന് പറഞ്ഞെന്നറിയാവോ? എൻ്റെ ഇടവക്കക്കാർ, പഴയ ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കറിയാം. അതായത് ഞാൻ ഒന്നുമില്ലായ്മയെന്ന് പള്ളി പണിതാൽ നിങ്ങൾക്ക് വീട് പണിയാൻ പറ്റും, ഇല്ലേ? എത്ര പേരാണ് വീടില്ലാത്തവർ? എത്ര പേരാണ് വീടിന് സ്ഥലമില്ലാത്തവർ? അപ്പോൾ ഇതെല്ലാം എനിക്കറിയാം. ആരുടെ കയ്യിൽ? ദൈവത്തിൻ്റെ കയ്യിൽ ഉണ്ട്. നിങ്ങളുടെ ഇല്ലാത്ത സ്ഥലം സർവേ നമ്പർ ഉൾപ്പെടെ കർത്താവിൻ്റെ കയ്യിലുണ്ട്. ഐ ഹാവ് കാർവ്ഡ് യു ഔട്ട് ഇൻ മൈ പാം. ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ കൊത്തിവെച്ചിരിക്കണമെന്ന് പറയുമ്പോഴേ വെറുതെ നമ്മളെ കൊത്തിവെച്ചിട്ട് എന്തിനാ? നിന്നെ കൊത്തിവെക്കുമ്പോൾ നിന്നെ മാത്രമല്ല കൊത്തിവെക്കണത്, നിൻ്റെ ജോലി കൊത്തിവെച്ചിട്ടുണ്ട്, നിൻ്റെ ജീവിത പങ്കാളിയെ കൊത്തിവെച്ചിട്ടുണ്ട്, നിനക്ക് പിറക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങളെ കൊത്തിവെച്ചിട്ടുണ്ട്. കൈ അടിച്ച് കർത്താവ്. കർത്താവ് സമയം ചുരുക്കി തന്നു, വളരെ ചുരുക്കി തന്നു. ഒരു 2.5 കൊല്ലത്തിനുള്ളിൽ 1.25 കോടി രൂപ ഇല്ലാത്ത സമൂഹത്തിൽ നിന്ന് തന്നെ ഉണ്ടായി. പള്ളിപ്പണി പൂർത്തിയാക്കി. പക്ഷേ ഞാൻ അപ്പോഴിരുന്ന് എന്നാ ചിന്തിച്ചെന്നറിയാവോ? ഞാൻ തുടങ്ങിയപ്പോൾ മേക്കാടിന് 300 രൂപയായിരുന്നു. ആ പള്ളിപ്പണി അവസാനിച്ച മേക്കാടിന് 600 രൂപയായി. മേശരിക്ക് തുടങ്ങിയപ്പോൾ 600 രൂപയായിരുന്നു. പള്ളിപ്പണി തീർന്നപ്പോൾ മേശരിക്ക് 950 രൂപയായി. ഇപ്പോൾ 1200 വരെയായി. സമയം കൂടുന്തോറും ചെലവ് കൂടും. അപ്പം സമയമാണ് പ്രശ്നം. അതുകൊണ്ട് ബൈബിളിലെ ഒരു രാജസേവകനുണ്ട്. കർത്താവിൻ്റെ 2ാമത്തെ അടയാളം എന്ന് പറയുന്നത് എന്താ? രാജസേവകൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തിയതാ. കർത്താവിൻ്റെ ആദ്യത്തെ അടയാളം എന്താണ്? കാനായിലെ വെള്ളം വീഞ്ഞാക്കിയതാണ്. എന്നിട്ട് യോഹന്നാൻ പറയും 2:11 കർത്താവ് തൻ്റെ മഹത്വം പ്രകടമാക്കാനുള്ള പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമായിരുന്നു അത്. അപ്പോൾ അടയാളങ്ങളുടെ ആരംഭമാണത്. 2ാമത്തെ അടയാളം എന്താ? രാജസേവകൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തിയതാണ്. രാജസേവകൻ കർത്താവ് ഇതുപോലെ വീണ്ടും യൂദയായിൽ പോയിട്ട് തിരിച്ച് ഗലീലിൽ വന്നു, പഴയ കാനായിലേക്ക് എത്തിയപ്പോഴാണ് ഒരു രാജസേവകൻ വന്ന് കർത്താവിനോട് പറഞ്ഞു. എന്താ കർത്താവിനോട് പറഞ്ഞത്? എൻ്റെ ഭൃത്യൻ
രോഗം പിടിപെട്ട് വീട്ടിൽ കിടക്കുകയാണ്. അങ്ങ് വന്നവനെ സുഖപ്പെടുത്തണം. യോഹന്നാൻ്റെ സുവിശേഷം 4:46 മുതലുള്ള തിരുവചനങ്ങളാണ്. യോഹന്നാൻ 4:46 മുതൽ. അപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? അടയാളങ്ങൾ കണ്ടല്ലാതെ നിങ്ങൾ വിശ്വസിക്കുകയില്ലല്ലോ. അപ്പോൾ അടയാളങ്ങൾ കണ്ടേ വിശ്വസിക്കുമെന്ന് പറയുന്ന ആൾക്കാർക്ക് കർത്താവിനെ മിസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ രാജസേവകനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കർത്താവ് പിരിഞ്ഞു പോയത് എന്ത് പറഞ്ഞാൽ? അടയാളങ്ങൾ കണ്ടില്ലെങ്കിലും വിശ്വസിക്കണമെന്ന് പറഞ്ഞാണ് കർത്താവ് പിരിഞ്ഞു പോയത്. തോമാശ്ലീഹായോട് പറഞ്ഞില്ലേ, കാണാതെ വിശ്വസിക്കുന്നവരെ അതെന്താ പറഞ്ഞത്? അടയാളങ്ങൾ കണ്ടില്ലെങ്കിലും ദൈവം ഇല്ല എന്നും നിന്നോട് താല്പര്യമില്ലെന്നും നീ കരുതരുത്. ദൈവപൈതലേ, ഒന്ന് പറഞ്ഞേ കർത്താവിനോട്, കർത്താവേ അടയാളം കണ്ടില്ലെങ്കിലും പ്രാർത്ഥനയ്ക്കുത്തരം ലഭിച്ചില്ലെങ്കിലും നീ ഇല്ലെന്നോ എൻ്റെ കാര്യത്തില് താല്പര്യമില്ലെന്നോ ഞാൻ ഒരിക്കലും കരുതത്തില്ല. എങ്ങാനും കരുതിയിട്ടുണ്ടെങ്കിൽ എന്നോട് മാപ്പാകണമേ, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ അവിശ്വാസത്തെ പ്രതി എന്നോട് പൊറുക്കണമേ. കർത്താവ് അവൻ്റെ അവിശ്വാസത്തെ ചെറുതായിട്ടൊന്ന് വഴക്കിട്ടെങ്കിലും കർത്താവ് അവന് അടയാളം കാണിച്ചു കൊടുത്തേ. അതാണ് കർത്താവ്. നിൻ്റെ അവിശ്വാസത്തെ നിന്നെ കുറ്റപ്പെടുത്തിയാലും നിൻ്റെ കാര്യം കർത്താവ് നടത്തിത്തരും. രാജസേവകനോട് എന്നാ പറഞ്ഞത്? പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കും. അപ്പോൾ സന്തോഷത്തോടെ അവൻ പോന്നു. രാജസേവകൻ തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ കുറേ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ എതിരെ വന്നു. അപ്പോൾ പറഞ്ഞു, അങ്ങയുടെ മകൻ ജീവിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ രാജസേവകൻ ചോദിച്ച ചോദ്യം എന്താ? ഭയങ്കര ടൈം കോൺഷ്യസ് ആണ് അയാൾക്ക്. ദൈവത്തോടടുക്കുമ്പോൾ ഒരു ടൈം കോൺഷ്യസ് ഉണ്ടാകണം. എന്താണ്? സമയബോധം. രാജസേവകൻ എന്താ കർത്താവിനോട് ചോദിച്ചത്? അവരോട് വീട്ടിൽ നിന്ന് തിരിച്ചു വന്നവരോട് അത്ഭുതം നടന്നു എന്ന്, അടയാളം കണ്ടു എന്ന് പറഞ്ഞ ആൾക്കാരോട് എന്നാ ചോദിച്ചത്? എപ്പോഴാണ്, ഏത് മണിക്കൂറിലാണ് അത് സംഭവിച്ചത്? അപ്പോൾ പറഞ്ഞു 7 മണിക്കൂർ മുമ്പ്. അപ്പോൾ രാജസേവകൻ ദൈവത്തെ സ്തുതിച്ചു. എന്ത് പറഞ്ഞു? നിൻ്റെ മകൻ ജീവിക്കുമെന്ന് പറഞ്ഞ് അതേ മണിക്കൂറിൽ തന്നെയാണ് എൻ്റെ മകൻ ജീവിച്ചതെന്ന് മറന്ന് രാജസേവകൻ കർത്താവിൽ അവൻ്റെ കുടുംബത്തോടെ വിശ്വസിച്ചു. 4:54 യോഹന്നാൻ 4:54, 55, 56. അവിടെ എന്താ വിഷയം? മണിക്കൂറാണ് വിഷയം, സമയം, അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം പോണ പോക്കുണ്ടല്ലേ, എന്താണ് ഇവിടെ വിഷയം? സമയമാണ്. സമയത്തിൻ്റെ കർത്താവാണ് സമയം. അതായത് ആ രാജസേവകൻ എന്നാ പറയണത്? കർത്താവെ, സമയം താമസിച്ചാൽ അവൻ മരിച്ചു പോകും. അതാണ് സംഭവം. സമയം താമസിച്ചാൽ ആ രാജസേവകൻ സമയം വെച്ചാണ് പ്രാർത്ഥിക്കണത്. അവനെന്താ പറഞ്ഞ കർത്താവിനോട്? കർത്താവിൻ്റെ വഴക്ക് കേൾക്കുമ്പോഴും അവൻ സമയത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ദൈവത്തെ ഓർപ്പിക്കും. എന്താ? കർത്താവെ, സമയം താമസിച്ചാൽ അവൻ മരിച്ചു പോകും. അപ്പോഴാണ് ഈശോ പറയണത്, പൊയ്ക്കൊള്ളുക, നിൻ്റെ മകൻ ജീവിക്കും. അപ്പോഴും സമയത്തെക്കുറിച്ചാണ് അവൻ സംസാരിക്കണത്. എപ്പോഴാണ് എൻ്റെ മകൻ ജീവിച്ചതെന്ന് ചോദിക്കുമ്പോൾ പറയും 7 മണിക്കൂർ മുമ്പ്. അപ്പോഴും പറയും, ഗുരു എന്നോട് പറഞ്ഞു നിൻ്റെ മകൻ ജീവിക്കും ആ സമയത്താണെന്ന് പറയും. അതായത് ഗുരു പറയുന്ന സമയത്ത്, തത്സമയമാണത്. ഈ തത്സമയമാണ് അടയാളം സംഭവിക്കണത്. അടയാളങ്ങളുടെ ആരംഭമാണെന്ന് പറഞ്ഞില്ലേ? എന്തിൻ്റെ അടയാളങ്ങളുടെ ആരംഭമാണ്? കാനായിൽ സംഭവിച്ചത് സമയമായില്ല എന്ന് പറഞ്ഞപ്പോഴേ അമ്മ പറഞ്ഞെന്താ? അവൻ പറയണത് പോലെ ചെയ്യാൻ. അവൻ പറയണത് പോലെ ചെയ്തു കഴിഞ്ഞാൽ ആകാത്ത സമയത്തെ അവൻ ആക്കിത്തരും.
അത് തന്നെയാണ് യോഹന്നാൻ്റെ മൂന്നാമത്തെ അടയാളവും. യോഹന്നാൻ്റെ പുസ്തകത്തിൽ 7 അടയാളങ്ങളുണ്ടേ. ഏതെല്ലാമാണ് 7 അടയാളങ്ങൾ? 1 കാനായിൽ വെള്ളം വീഞ്ഞാകണത്, 2 രാജസേവകൻ്റെ വൃദ്ധൻ സുഖപ്പെടുന്നത്, 3 ബെത്സൈദ കുളത്തിൽ തളർവാദ രോഗി സുഖപ്പെടുന്നത്, 4 അപ്പം വർദ്ധിപ്പിക്കണത്. ഇങ്ങനെല്ലാം യോഹന്നാൻ്റെ പുസ്തകത്തിലെ അടയാളങ്ങളാണ്. അപ്പോൾ അതിൽ മൂന്നാമത്തെ അടയാളം എന്താ? ബെത്സൈദ കുളത്തിൽ തളർവാദ രോഗി, അവൻ്റെ അടുത്തേക്ക് ഈശോ വരും. അപ്പം അവനെ കണ്ടപ്പോഴെന്താ ബൈബിൾ പറയണത്? സമയമാണ് പറയണത്. ആ ബെത്സൈദ കുളത്തിലെ രോഗിയെ കാണുമ്പോൾ എന്നാ പറയണത്? സമയമാണ് പറയണത്. എന്നാ പറയണത്? 38 വർഷമായി അവനവിടെ കിടക്കുന്നത് അവൻ കണ്ടു. അവൻ്റെ സമയത്തിൻ്റെ പരാധീനത അവൻ കണ്ടു. സമയത്ത് കാര്യങ്ങൾ നടക്കാതിരുന്ന കാരണം തളർന്ന് അവനങ്ങനെ 38 വർഷമായി ജീവച്ഛവമായി. സമയത്ത് ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവാതിരുന്ന കാരണം അവൻ്റെ ജീവിതം ദ്രവിക്കണത് അവൻ കണ്ടു. അതല്ലേ യോഹന്നാൻ 5:5. 38 വർഷമായി അവനവിടെ കിടക്കുന്നത് അവൻ കണ്ടു. നിൻ്റെ സമയത്തിൻ്റെ പാപ്പരത്വവും പകക്കേടും പരാധീനതയും നിന്നെ തകർത്ത് തരിപ്പണമാക്കി തളർത്തി കിടക്കുന്നത് അവൻ കണ്ടു. അവൻ ചോദിച്ചു. എന്താ ചോദിച്ചത്? സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ? അപ്പോൾ പറഞ്ഞു, എൻ്റെ സമയം കൂട്ടിത്തരാനും കുറച്ച് തരാനും എനിക്കാരുമില്ല എന്ന് പറഞ്ഞു. എൻ്റെ സമയത്തിൻ്റെ മേൽ ഇടപെടാൻ എനിക്കാരുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സമയത്തിൻ്റെ മേൽ ഇടപെടാൻ അധികാരമുള്ളവൻ പറഞ്ഞു, സ്ഥാനം നീ എഴുന്നേൽക്കാൻ പറഞ്ഞു. അപ്പം സമയത്തിൻ്റെ അധികാരി പറഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റു. അവൻ കട്ടിലും ചുവന്നുകൊണ്ട് പോയപ്പോഴേ വേറെ ഒരുത്തൻ വന്നു. ആരാണ്? നിയമജ്ഞൻ. ഇന്ന് ഈ പണി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇന്നെന്നാണ് അവിടെ പറയണത് സമയം. പിന്നെയും പറയണ സമയം. ഇന്ന് സാബത്താണ്, ഇന്ന് കട്ടിൽ ചുമക്കാൻ പാടില്ല. അപ്പോഴവനൊരു കാര്യം പറയും. എന്താ അവൻ പറയണത്? യോഹന്നാൻ 5:5, 5, 6, 7 എന്താ പറയണവൻ? എന്നോട് കട്ടിൽ ചുമന്നുകൊണ്ട് പോകാൻ പറഞ്ഞവനാണ് എന്നെ സുഖപ്പെടുത്തിയത്. അവൻ പറഞ്ഞതാണ് ഞാൻ ചെയ്തത്. ആ വാക്ക് കറങ്ങിത്തിരിഞ്ഞ് എന്നെ കണ്ടില്ലേ? സമയം ആയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സാപത്തായാലും ഇന്ന് എനിക്ക് രക്ഷപ്പെടാൻ മാർഗമില്ല. ഇന്ന് ജപ്തി നടപടിയാണ്. ഇന്ന് എനിക്ക് വായി ക്യാൻസറാണ്. ഇന്ന് എൻ്റെ കുഞ്ഞ് വളർച്ച കെട്ടിരിക്കുന്നു. ഇന്ന് എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് ഹാർട്ട് ബീറ്റ്സ് ഇല്ല. വൈദ്യശാസ്ത്രം പല കാര്യങ്ങൾ പറയും, എടുത്തു കളയാൻ പറയും, ഇന്ന് പാടില്ല എന്ന് പറയും. നിൻ്റെ ജീവിതത്തെ നോക്കിക്കൊണ്ട് മനുഷ്യന്മാരെല്ലാവരും പറയും ഇന്ന് പാടില്ല എന്ന് പറയും. ഈ മനുഷ്യരോട് എന്താ പറഞ്ഞത്? ഇന്ന് കട്ടിൽ ചുമക്കാൻ പാടില്ല, സാപത്താണെന്ന് പറയും. അപ്പോൾ അവൻ മറുപടി പറയും, സമയത്തിൻ്റെ മേൽ അധികാരം നിങ്ങൾക്കില്ല, പക്ഷെ സമയത്തിൻ്റെ മേൽ അധികാരമുള്ളവനുണ്ട്. അവനാണ് എന്നോട് പറഞ്ഞത് കട്ടിൽ ചുമക്കാൻ. ഞാനത് അനുസരിച്ചു, ഞാൻ സൗഖ്യം പ്രാപിച്ചു. കൈ അടിച്ചു കർത്താൻ. യോഹന്നാന്റെ സുവിശേഷം 5:11. തളർവാദരോഗി മറുപടി പറഞ്ഞു, സുഖപ്പെട്ട് തളർവാദരോഗി മറുപടി പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയവൻ പറഞ്ഞേ നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് നടക്കുകയെന്ന് എന്നോട് പറഞ്ഞു. അവൻ പറഞ്ഞതുപോലെയാണ് ഇവൻ ചെയ്തിരിക്കണത്. അവൻ പറഞ്ഞതുപോലെ ചെയ്യുക എന്നുള്ളത് എന്താണ്? സമയത്തിൻ്റെ മേൽ സമയ ചുരുക്കത്തിൻ്റെ മർമ്മമാണത്. അതാണ് നമ്മുടെ നിബന്ധനകളെല്ലാം. നമ്മുടെ നിബന്ധനകൾ എന്താ? അവൻ പറഞ്ഞതുപോലെ ചെയ്യുകയാണ്. എൻ്റെ മക്കളെ, എന്തെങ്കിലും സമയത്തിന് ഇപ്പം നീ ചെയ്ത ഉടമ്പടിക്ക് എന്തെങ്കിലും ലാഗിങ്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു കാലതാമസം വരികയാണെങ്കിൽ എൻ്റെ മക്കൾ എന്താ ചെയ്യേണ്ടത്? ആ നിബന്ധന കാർക്കശ്യമാക്കിയാൽ മതി. നിബന്ധന എങ്ങനെ കാർക്കശ്യമാക്കണത്? ഇപ്പോഴേ രാജ്യസേവകൻ്റെ ഭൃത്യൻ സുഖപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ രാജ്യസേവകൻ്റെ പ്രതികരണം എന്തായിരുന്നു? അവനും കുടുംബവും കർത്താവിൽ വിശ്വസിച്ചു എന്നല്ലേ പറഞ്ഞിരിക്കണത്. അവനാണ് ആദ്യം വിശ്വസിച്ചത്. അവൻ വിശ്വസിച്ചത് കൊണ്ടാണല്ലോ കർത്താവ് കൂടെ വരാതിരുന്നിട്ട് നീ വന്ന് സുഖപ്പെടുത്താനല്ലേ പറഞ്ഞത്. രാജസേവകൻ എന്നാ പറഞ്ഞത്? എൻ്റെ ഭൃത്യൻ
രോഗിയായി വീട്ടിൽ കിടക്കുന്നു, അങ്ങ് വന്ന് എന്നെ സുഖപ്പെടുത്തണമേ. കർത്താവ് ബൈ പേഴ്സൺ പോയില്ല. പകരം എന്നാ പറഞ്ഞത്? നിൻ്റെ മകൻ ജീവിക്കും. അപ്പോൾ അവനെന്നെ ചെയ്തു? രാജസേവകൻ കർത്താവിൻ്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ പോയി. കർത്താവിൻ്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ടാണ് അവൻ പോയത്. വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു. വിശ്വാസമാണ് എല്ലാ നിബന്ധനകളെയും നമ്മൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നത്. അതിൽ എബ്രഹാത്തിനോട് പറയണത് 15:6 നമ്മളെപ്പോഴും ധ്യാനിക്കുന്നതാണല്ലോ. എബ്രഹാം വിശ്വസിച്ചു. ഉൽപ്പത്തി 15:6 എബ്രഹാത്തിനത് നീതിയായി. അത് തന്നെ രാജസേവകന് സംഭവിക്കുന്നത്. നിൻ്റെ മകൻ ജീവിക്കുമെന്ന് പറഞ്ഞപ്പോൾ രാജസേവകൻ അവൻ്റെ വാക്കിൽ വിശ്വസിച്ചു. അവനത് നീതിയായി പരിഗണിക്കപ്പെട്ടു. കൈ അടിച്ചു കർത്താവ്. ഹല്ലേലൂയ. വിശ്വസിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്നറിയാവോ? വിശ്വസിക്കുമ്പോൾ വിശ്വാസത്തിന് പല രൂപഭാവങ്ങളുണ്ട്. വിശ്വാസത്തിന് ഒരു രൂപം മാത്രമല്ല. വിശ്വാസത്തിൻ്റെ ഒരു രൂപം കൊണ്ട് നടന്നില്ലെങ്കിൽ അടുത്ത വിശ്വാസത്തിൻ്റെ ഘട്ടമെടുക്കണം. വിശ്വാസത്തിന് പല ഘട്ടങ്ങളുണ്ട്. അച്ഛൻ പറഞ്ഞ മക്കൾക്ക് മനസ്സിലായോ? വിശ്വസിക്കാൻ ഇപ്പം വിശ്വാസം കേൾവിയിൽ നിന്ന്, അല്ലേ? കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്ന്. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നതാണ് 10:17, അല്ലേ? പക്ഷേ ഇങ്ങനെ കേൾവിയിൽ നിന്നുള്ള വിശ്വാസം ഒന്നാം ഘട്ടമാണ്. ചില വിശ്വാസം ആ ഒന്നാം ഘട്ടം കൊണ്ട് ചില കാര്യങ്ങൾ നടക്കത്തില്ല. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ വിശ്വാസത്തിന് രണ്ടാം ഘട്ടമുണ്ട്, അതെടുക്കണം. പിന്നെ വിശ്വാസത്തിന് മൂന്നാം ഘട്ടമുണ്ട്, അതെടുക്കണം. വിശ്വാസത്തിന് നാലാം ഘട്ടമുണ്ട്, അതെടുക്കണം. അതുകൊണ്ട് നടന്നില്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ 5-ാം ഘട്ടമുണ്ട്, അതെടുക്കണം. അതുകൊണ്ട് നടന്നില്ല വിശ്വാസത്തിൻ്റെ 6-ാം ഘട്ടമുണ്ട്. 6 ഘട്ടങ്ങളുണ്ട്. 6 നിബന്ധനയില്ലേ നമുക്ക്? അത് 6 ഘട്ടങ്ങളാണ്. എന്താണ്? വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, ഒന്ന് പറഞ്ഞേ, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും. അപ്പോൾ 2 പത്രോസ് 1:5 വിശ്വാസത്തിൻ്റെ ഘട്ടങ്ങളുള്ളത്. വിശ്വാസത്തിൻ്റെ ഘട്ടങ്ങൾ, വിശ്വാസം കേൾവി എന്നുള്ളത് റോമ 10:17 1-ാം ഘട്ടമാണത്. അതിൻ്റെ 2-ാം ഘട്ടം എന്താ? വിശ്വാസത്തെ സുഹൃതം കൊണ്ടും. 2 പത്രോസ് 1:5 ഒന്ന് പറഞ്ഞ്, വിശ്വാസത്തെ സുഹൃതം കൊണ്ടും, സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും, ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും, ആത്മസംയമനത്തെ സഹോദര സ്നേഹം കൊണ്ടും, സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും പൂർണ്ണമാക്കുവേൻ. അതാണ് നിബന്ധനകളെല്ലാം. ഈ നിബന്ധനയുടെ ഉദ്ദേശം എന്താണ്? വിശ്വാസത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളെയും ഇംപ്ലിമെൻ്റ് ചെയ്യണം നമ്മൾ. പറഞ്ഞ മനസ്സിലായില്ലേ? വിശ്വാസം തന്നെയാണ്. വിശ്വാസത്തിൻ്റെ ഓരോ ഘട്ടങ്ങളെയും നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യും. ഇപ്പം നമ്മളൊരു കൊച്ചുണ്ടായി, നിനക്ക് 4 കൊല്ലം കൊച്ചുണ്ടായില്ല, ഉടമ്പടി ചെയ്തപ്പോൾ കൊച്ചുണ്ടായി. അത് ഉടനെ ഡോക്ടർ പറഞ്ഞ് അബോർട്ട് ചെയ്യാൻ പറഞ്ഞ്. അബോർട്ട് ചെയ്യണമെങ്കിൽ ഇതിന് ബ്ലീഡിങ് ആയത് പോയി. അപ്പോൾ നീ കണ്ണെ കളയുമ്പോൾ നിലവിളിച്ച് നടക്കേണ്ട കാര്യമില്ല. ആ മകളെ എൻ്റെ അടുത്ത് വരുമ്പോൾ പറയും, മകളെ അടുത്ത സുഹൃതമാണ്, നീ ഇനിയും പ്രഗ്നൻ്റ് ആകും, നീ കൊച്ചിനെ വളർത്തും, നിന്നെ കുഞ്ഞിനെ കർത്താവ് തരും. ഇതെന്താണ്? കർത്താവ് തരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. കർത്താവ് ലൈനിലുണ്ട്, നിനക്കെപ്പോഴായാലും കുഞ്ഞിനെ കിട്ടും. അതാണ് സംഭവം. കല്യാണം 10-40 വർഷമായിട്ട് കല്യാണം നോക്കണില്ല. ഉടമ്പടി ചെയ്തപ്പോൾ പെട്ടെന്ന് കല്യാണമായി. ആ കല്യാണം അപ്പം തന്നെ പോവുകയും ചെയ്ത്. അപ്പോഴും നീ പറയും എന്താണ്? കർത്താവ് ലൈനിലുണ്ട്, അടയാളം കാണിച്ചിട്ടുണ്ട്. അടയാളം കാണിക്കേണ്ട. അപ്പോൾ എന്താ കാര്യമുണ്ട്? അടയാളം കാണിക്കാൻ നീ എന്താണ് ചെയ്യേണ്ടത്? നീ പൊട്ടിക്കൊച്ചാകരുത്. അടയാളം കാണിച്ചെങ്കിൽ നീ നിൻ്റെ അടുത്ത നടപടി സ്വീകരിക്കണം. എന്താണ്? വിശ്വാസത്തെ സുഹൃതം കൊണ്ട്. സുഹൃതം എന്ന് പറഞ്ഞാൽ എന്നാ? വിശ്വാസത്തെ നമ്മൾ പൂർണ്ണമാക്കേണ്ടത് എന്തുകൊണ്ടാണ്? പ്രാർത്ഥന കൊണ്ടല്ല, സുഹൃതം കൊണ്ടാണ്. സുഹൃതം എന്ന് പറഞ്ഞാൽ എന്താ? കൃപാവര പ്രവർത്തനങ്ങളാണ്. സൽപ്രവൃത്തിയല്ല. സൽപ്രവൃത്തി ദൈവത്തിന് ആവശ്യമില്ല. നീ ഞാനും ജനിച്ചിരിക്കുന്നത് സൽപ്രവൃത്തി ചെയ്യാനല്ല. സൽപ്രവൃത്തി ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരുമല്ല. എന്താ കാര്യം? സൽപ്രവൃത്തി നമ്മളുടെ നെയിമിനുള്ളതാ, പേരിലുള്ളതാ. നമ്മൾക്ക്
ഇപ്പോൾ എത്ര പേര് വീട് വെച്ച് കൊടുക്കുന്നു, ഹാർട്ട് മാറ്റി കൊടുക്കുന്നു, അല്ല എന്തെല്ലാം ഓപ്പറേഷൻ ചെയ്യുന്ന, കണ്ണ് വെച്ച് കൊടുക്കുന്നു. ഇപ്പോൾ എന്തെല്ലാം ക്ലബ്ബുകളൊക്കെ ഓരോ മെഡിക്കൽ ക്യാമ്പൊക്കെ നടത്തി പുതിയ കണ്ണൊക്കെ ആൾക്കാർക്ക് കൊടുക്കണില്ലേ, കണ്ണടയ്ക്ക് കൊടുക്കണില്ലേ? അങ്ങനെ എന്തെല്ലാം സൽപ്രവൃത്തികൾ. ഈ സൽപ്രവൃത്തികൾ ഒന്നും ചെയ്യാൻ വി ആർ നോട്ട് അക്കസ്റ്റംഡ് ടു ഡു ഇറ്റ്. നമ്മളൊന്നും ചെയ്യാൻ ബാധ്യസ്ഥരല്ല. എന്താ കാര്യം? ഈ സൽപ്രവൃത്തിയെല്ലാം ഭൂമിയിൽ മാത്രമേ അതിന് ലക്ഷ്യമുള്ളൂ. ഭൂമിക്ക് മുകളിൽ ഈ ജീവിതത്തിൻ്റെ അപ്പുറത്തേക്ക് അതിന് ലക്ഷ്യമില്ല. എൻ്റെ മക്കളെ, എന്തെങ്കിലും പോരായ്മ എന്തുകൊണ്ടാണ് ഈ ജീവിതത്തിൻ്റെ അപ്പുറത്ത് സൽപ്രവൃത്തിക്ക് ലക്ഷ്യമില്ലെന്ന് പറയാൻ കാര്യം? അവരുടെ പ്രതിഫലം അവർ നേടിക്കഴിഞ്ഞു. കർത്താവ് അങ്ങനെ പറയണില്ലേ? മത്തായിയുടെ സുവിശേഷത്തിൽ 6 തൊട്ടിങ്ങനെ വരുമ്പോൾ ദാനധർമ്മം ചെയ്യുവിൻ, നിങ്ങൾ ഇടത് കൈ ചെയ്യുന്നത് എന്താണെന്ന്, ഇപ്പോൾ മത്തായി 6:3 ദാനധർമ്മം ചെയ്യുവിൻ, നിങ്ങൾ ഇടത് കൈ ചെയ്യണത് എന്താണെന്ന് വലത് കൈ അറിയാതിരിക്കട്ടെ. അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണത്? മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കണത്? പ്രതിഫലം നേടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ പ്രതിഫലത്തിന് അവകാശമില്ല. മനുഷ്യൻ്റെ പ്രതിഫലം നൽകുന്നതാണ് സൽപ്രവൃത്തി. ദൈവത്തിൻ്റെ പ്രതിഫലം പ്രാർത്ഥിക്കുന്നതാണ്, പ്രതീക്ഷിക്കുന്നതാണ് കൃപാപര പ്രവൃത്തികൾ. പ്രൈസ് ദ ലോർഡ്. അതാണ് ഈശോ പറയണത്, എൻ്റെ നാമത്തിൽ ഗ്ലാസ് പച്ചവെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പ്രതിഫലം നൽകുമെന്ന്. മത്തായി 10:42. അപ്പോൾ ഈശോൻ്റെ പ്രതിഫലം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളാണ് കൃപാപര പ്രവൃത്തികൾ. അതാണ് സുഹൃതം. വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും. ജ്ഞാനമെന്ന് പറഞ്ഞാൽ എന്നാ? ജ്ഞാനമെന്ന് പറയണത് അതായത് അറിവാണ്, പക്ഷേ എന്താണെന്നുള്ളതാണ് അറിവ്, എന്തിനു വേണ്ടിയുള്ളതാണെന്നുള്ളതാണ് ജ്ഞാനം. ഇപ്പോൾ ഒരു കാര്യം നമ്മൾക്ക്, ഇപ്പോൾ ഭർത്താവ് മദ്യപാനിയാണ്, എന്താണ്? എൻ്റെ ഭർത്താവ് വെള്ളം അടിക്കണം, അത്രേ ഉള്ളൂ. അതാണ് അറിവ്. എന്തിനു വേണ്ടിയാണ്? അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടുന്നു, അതാണ് ജ്ഞാനം. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടുന്നു. 1 കൊറിന്തോസ് 7:14, അതാണ് ജ്ഞാനം. എന്തിനു വേണ്ടിയുള്ളതാണെന്നറിയണം ജ്ഞാനം. അപ്പോഴേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും. കാര്യം ജ്ഞാനം അറിഞ്ഞാൽ പിന്നെയുള്ള പ്രശ്നം എന്താ? ജ്ഞാനമാണ് നിന്നെ ഏകസത്യ ദൈവമായ നിന്നെയും നീയെ യേശു ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. നിത്യജീവനിലേക്ക് ഒരു വ്യക്തി കടക്കുമ്പോഴാണ് ജ്ഞാനം അവന് ആവശ്യമായി വരുന്നത്. നിത്യജീവനിലേക്ക് ഒരു വ്യക്തി കടക്കുമ്പോൾ ജ്ഞാനം ആവശ്യമായി വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഭൗമികമായ കാര്യങ്ങൾ താമസിക്കുമെന്നർത്ഥം. അതിൻ്റെ മേൽ അവന് അടക്കമുണ്ടാകണമെന്നർത്ഥം. അതുകൊണ്ടാണ് ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും കൈ അടിച്ചു കർത്താൻ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വിശ്വാസത്തിൻ്റെ ഘടകങ്ങൾ ഇങ്ങനെ ഘട്ടം ഘട്ടമായി മാറുമ്പോൾ മക്കൾ എന്നാ ചെയ്യേണ്ടത്? നിത്യത നിനക്ക് അവകാശമായി വരുമ്പോൾ നമ്മളതിൻ്റെ അഡ്വാൻസ് ആദ്യം കൊടുത്തു. രണ്ടാമത്തെ അഡ്വാൻസ് നമ്മൾ എന്തായിട്ട് കൊടുക്കും? സുഹൃത്തുമായിട്ട് കൊടുക്കും, ഇല്ലേ? സ്ഥലമല്ലേ? നിത്യത എന്ന് പറയുന്നത് എന്താണ്? സ്ഥലമാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കണത് എന്താണ്? സ്ഥലവും സന്താനങ്ങളുമാണ് ചെയ്യണത്, അല്ലേ? അപ്പോൾ അതിനു വേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കും. രണ്ടാം ഘട്ടം എന്താണ്? ഈ ഒരുക്കുമ്പോൾ അഡ്വാൻസ് നമ്മൾ കൊടുക്കും. ഒരു സ്ഥലം വാങ്ങിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം ഒരു 10 ലക്ഷത്തിനാണെങ്കിൽ നമ്മൾ ആദ്യം 1 ലക്ഷം കൊടുത്ത് അഡ്വാൻസ് കൊടുക്കും, ഇല്ലേ? പിന്നെ ഘട്ടം ഘട്ടമായിട്ടാണ് ആ പൈസ കൊടുത്ത് അങ്ങനെ തീർക്കും. അതുപോലെ നമ്മൾ ഒരു ജോലി, അല്ലെങ്കിൽ ഒരു വിസ, അല്ലെങ്കിൽ ഒരു PR, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എമിഗ്രേഷൻ, ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതാണ് നമുക്ക് ആവശ്യമായ വാഗ്ദാനം. അതെല്ലാം വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. വാഗ്ദാനം പ്രാപിക്കുന്നത് വിശ്വാസം കൊണ്ടാണ്, അല്ലേ? അപ്പോൾ വിശ്വാസമെന്ന് പറയുമ്പോഴെന്താ? വിശ്വാസത്തെ ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഓരോ ഘട്ടത്തിൽ പേയ്മെൻ്റ് ഉണ്ട്. വിശ്വാസത്തെ സുഹൃതം രണ്ടാമത്തെ പേയ്മെൻറ്റാണ്. മൂന്നാമത്തെ പേയ്മെൻ്റ് എന്താണ്? സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും. ക്ഷമ വന്ന് കണ്ട ക്ഷമയെന്ന് പറഞ്ഞാൽ എന്നാ? എൻ്റെ മക്കൾ, ഇതെല്ലാം നിത്യജീവൻ അടിസ്ഥാനപ്പെടുത്തി ഡിസൈൻ ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ അനാദികാലം മുതലുള്ള മനുഷ്യനെക്കുറിച്ചുള്ള പദ്ധതികളാണ് ദൈവവചനത്തിലുള്ളതെല്ലാം. എന്നാൽ ക്ഷമയെന്ന് പറയണത്
സഹിക്കുന്ന സ്നേഹം ആണ് ക്ഷമ. നമുക്ക് ക്ഷമ കൊടുക്കേണ്ട ഒരാളെ ഇപ്പം ഒരു ഉടമ്പടി 4-ാം ഘട്ടത്തിൽ വന്നാൽ പിന്നെ ശത്രുക്കൾ ഉണ്ടാകാൻ പാടില്ല. ഉടമ്പടി 5-ാം ഘട്ടത്തിൽ എത്തുമ്പോൾ നാത്തും പോരായിട്ട് തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നീ ഉടമ്പടി എവിടെയോ വീണിട്ടുണ്ട്. നാത്തും പോരെടുത്തുന്ന കാര്യം സത്യമാണ്. കാരണം നിൻ്റെ കുഞ്ഞിന് എൻജിനീയറിന് ചേർക്കാൻ വേണ്ടി ആങ്ങളയോട് കാശ് ചോദിച്ചില്ല, നിൻ്റെ അപ്പൻ്റെ മുതലാണ് ചോദിച്ചത്. സീതനെ കാട് നക്കാപ്പിച്ചത് അന്ന് നിന്നെ കെട്ടിച്ച് വിട്ടതാണ്. അവിടെ ഇപ്പം മകന് ജോലി കിട്ടാൻ അവനൊരു അഡ്മിഷൻ കിട്ടണ കാലപ്പോൾ എൻ്റെ ഓഹരി തരാൻ പറഞ്ഞപ്പോൾ അവിടെ വട്ടം ചവിട്ടിയിരിക്കുന്ന ആരാണ്? നാത്തും വട്ടം ചവിട്ടിയിരിക്കുകയാണ്. അതൊക്കെ അപ്പനൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അവരെല്ലാം കൊടുത്ത് നമുക്കാർക്ക് ബാധ്യതയില്ലെന്ന് പറഞ്ഞു. നാത്തും വട്ടതുകൊണ്ട് നിൻ്റെ മകൻ്റെ അഡ്മിഷൻ പോയിരിക്കണത് അവൾ വട്ടം ചവിട്ടിയാണ്. അപ്പോൾ ഈ ഏത് ഉടമ്പടി ചെയ്താലും ഈ പണ്ടാരത്തിനോട് നമുക്ക് ഇന്നലെ നാളെ ഒരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചു നടക്കുകയായിരുന്നു. ഇപ്പം എന്നാ അർത്ഥം പറഞ്ഞിരിക്കുന്നത്? ക്ഷമയെന്ന് പറഞ്ഞില്ലേ? ഇപ്പം എന്നാ പറഞ്ഞിരിക്കണത്? ക്ഷമ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒന്നും കിട്ടത്തില്ല. ക്ഷമിച്ചാൽ എന്നാ സംഭവിക്കണം? ഒന്നും കിട്ടത്തില്ല. കാര്യം ക്ഷമയെന്ന് പറഞ്ഞാൽ എന്നാ? സഹിക്കുന്ന സ്നേഹമാണേ. നമുക്ക് സഹനമേ ഉള്ളു. ഈ നാത്തിനോട് ക്ഷമിച്ചെന്ന് വിചാരിച്ചിട്ടുണ്ട് ചില ആൾക്കാർ ക്ഷമിക്കുമേ. കർത്താവ് പറഞ്ഞിട്ടുണ്ട് ക്ഷമിക്കാൻ. ക്ഷമ ആട്ടും സൂപ്പിനെ ഫലം ചെയ്യും. അങ്ങനെ ഒരു കലവൂരുകാരൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യുമെന്ന്. ഞാൻ തന്നെ വിളിച്ചു പോയി, ദൈവമേ കർത്താവ് നീ അങ്ങനെ പറഞ്ഞ. പക്ഷെ അയാളെ പോയി കഴിഞ്ഞാൽ അയാൾക്കറിയത്തില്ലാതെ അയാൾക്കറിയാവുന്ന ഒരു പഴഞ്ചൊല്ലി കർത്താവിൻ്റെ പേരിൽ പുള്ളി പാസ്സാക്കിയതാണ്. അതല്ല പ്രശ്നം. പക്ഷേ അയാൾ പറഞ്ഞത് കറക്റ്റാ. എന്താ കാര്യം? യേശുക്രിസ്തു കൂടെ സഹിക്കുന്നവരെ യേശുക്രിസ്തു കൂടെ നേടും. അതാണ് സംഭവം. കർത്താവിൻ്റെ ശരീരത്തിൽ വന്ന പോരായ്മ ഞാനെൻ്റെ കർത്താവിൻ്റെ പീഡാനുഭവങ്ങൾ വരുന്ന പോരായ്മ ഞാനെൻ്റെ ശരീരത്തിൽ സംവഹിക്കുന്നു. അതാണ് ക്ഷമ. 1 കൊരിന്ത്യർ 1:24. കൊളോസ്യ 1:24 എന്താണ്? കർത്താവിൻ്റെ പീഡാനുഭവങ്ങൾ വന്ന പോരായ്മ ഞാൻ എൻ്റെ ശരീരത്തിൽ സംഭവിക്കണം. ശരീരത്തിൽ മാത്രമല്ല മനസ്സിലും സംഭവിക്കാം. നാത്തിനോട് സഹിച്ചുകൊണ്ട് സ്നേഹിക്കാം. ഇപ്പോൾ ആങ്ങളുടെ അടുത്ത് വട്ടം ചവിട്ടിക്കൊണ്ട് എൻ്റെ മകൻ്റെ ഭാവി അടച്ചു കളഞ്ഞാലും എന്താ പൂതനയായാലും ശരി താടകയായാലും ശരി ഞാൻ ഈ സംഭവത്തിനോട് പൂർണ്ണമായി ക്ഷമിക്കും. ആടെ പേരിലാണ് എനിക്ക് ക്ഷമിക്കാൻ പറ്റണില്ല, പക്ഷേ ഞാൻ ഈ ആളിൻ്റെ പേരിൽ ക്ഷമിക്കും. സഹിക്കുന്ന സ്നേഹമാണ് ക്ഷമ. നിബന്ധനയാണത്. ആരുടെ നിബന്ധന? ഉടമ്പടി നിബന്ധനയാണ്. ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് ആരെയാണ്? വാഗ്ദാനത്തിനെയല്ല, വാഗ്ദാനം തന്നവനെയാണ്. കൈ അടിച്ചു കർത്താണ്. ക്ഷമയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും. ഇപ്പോൾ ഉപവി എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസത്തിൻ്റെ 7-ാം ഘട്ടമാണ്. നമ്മളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെനിക്ക് വസ്ത്രം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കുവാൻ തന്നു. അതെല്ലാം എന്താ? ഉപവിയാണ്. ഉപവി എന്താണെന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയാണ്, നിബന്ധനയാണ്. എന്താണെന്നറിയാവോ? ഈ ഉടമ്പടി കർത്താവ് സ്ഥാപിച്ച ഉടമ്പടിയില്ലേ, അതേതാണ്? കുർബാനയുടെ ഉടമ്പടിയുടെ വാഗ്ദാനം എന്താണ്? നിത്യത. നിത്യതയിൽ ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കണത് എന്താണ്? നിബന്ധന പാലിച്ചിട്ടുണ്ടോ ഇല്ലേ? ഉടമ്പടിയുടെ നിബന്ധനയാണ് ചോദിക്കണത്. എന്താ ചോദിക്കണത്? മത്തായി 25:35 എന്താ ചോദിക്കണത്? എൻ്റെ പിതാവിനാൽ അനുഗ്രഹീതരെ വരുവിൻ, ലോകാരംഭം മുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കി കൊടുവിൻ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഉപവി കാണിച്ചു. എന്താണ് കാണിച്ചത്? നിങ്ങളെന്താ കാണിച്ചത്? ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കുവാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. എന്താ ഉപവിയാ? വിശ്വാസത്തെ സുഹൃതം കൊണ്ടും സുഹൃതത്തെ ജ്ഞാനം കൊണ്ടും ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ടും ആത്മസംയമനത്തെ ക്ഷമ കൊണ്ടും ക്ഷമയെ സഹോദര സ്നേഹം കൊണ്ടും സഹോദര സ്നേഹത്തെ ഉപവി കൊണ്ടും പൂർണ്ണമാക്കാൻ പറയുമ്പോൾ പത്രോസ് എന്താ പറയണത്? ഉടമ്പടിയുടെ വാഗ്ദാനം പ്രാപിക്കാൻ വിശ്വാസത്തിൽ വിവിധ ഘട്ടങ്ങൾ വളർന്ന് നീ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കൊത്ത് നവീകരിക്കപ്പെടുന്ന പുതിയ സൃഷ്ടിയാകാൻ പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഉടമ്പടി. അതാണ്
കൊളോസ്യസ് 3:10 സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്ക് നവീകരിക്കപ്പെടുന്ന പുതിയ സൃഷ്ടിയായി കഴിയുമ്പോൾ പുതിയ സൃഷ്ടിക്കുള്ളതാണ് നിത്യതയും കർത്താവിൻ്റെ ഉടമ്പടിയുടെ വാഗ്ദാനമാകുന്ന നിത്യജീവനും. ഉടമ്പടി ഈ ജീവിതവും നിത്യജീവനും നമ്മളെ വാഗ്ദാനം പ്രാപിപ്പിക്കുന്ന സമ്പൂർണമായ പ്രാർത്ഥനയാണ്. അത് പ്രാർത്ഥിക്കുമ്പോൾ ഈ ജീവിതവും നമ്മൾ നേടും, വരാനിരിക്കുന്ന ജീവിതവും നമ്മൾ നേടും. കൈ അടിച്ച് കർത്താവ്. എല്ലാവരും എഴുന്നേൽക്കുക, സന്തോഷമായിട്ട് എഴുന്നേൽക്കുക. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളെയും കർത്താവ് ആശീർവദിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് ഇപ്പോഴും ലഭിക്കാൻ പോകുന്ന സാക്ഷ്യത്തെ പ്രതി, ഇപ്പോൾ ലഭിക്കാൻ പോകുന്ന ദൈവാനുഭവത്തെ പ്രതി സാക്ഷ്യം പറയാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. വലിയ വലിയ വചനങ്ങളാൽ കർത്താവ് നമ്മൾ അഭിഷേകം ചെയ്തിരിക്കുക. ഈ അഭിഷേകം നിങ്ങളെ ദൈവതിരുസന്നിധിയിൽ വലിയ സാക്ഷികളാക്കും. അച്ഛൻ നിങ്ങളുടെ രോഗങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഈശോ നിങ്ങളെ സുഖപ്പെടുത്തുന്ന സമയമാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അന്ധന് കാഴ്ച നൽകിയവനെ, ചെകിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോദ രോഗിയെ സുഖപ്പെടുത്തിയവനെ, തളവായ രോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ വിശുദ്ധമായ വലത്ത് കരത്താൽ ഓരോ മകനെയും ഓരോ മകളെയും അങ്ങ് സ്പർശിക്കണമേ. കരൾ രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള്, കുടൽ രോഗങ്ങള്, പിസിഒഡി രോഗങ്ങള്, പുസ്തക രോഗങ്ങള്, ഹൃദയ രോഗങ്ങള്, വാൽവിന്റെ ചുരുക്കങ്ങള്, ഹൃദയത്തിന്റെ ബ്ലോക്കുകള്, തൈറോയ്ഡ് രോഗങ്ങള് യേശുനാമത്തില് 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 സൗഖ്യമാകട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ അസ്ഥിക്കുഴകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. എൻ്റെ മക്കളെ, അസ്ഥിക്കുഴകളിൽ വേദനയുള്ള ഏത് സ്ഥലത്തും കൈവെക്കാം. നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയാം. അസ്ഥിക്കുഴ നടുവിന് കൈവെക്കാം, നിങ്ങളുടെ നെക്കിന് കൈവെക്കാം, കഴുത്തിൽ കൈവെക്കാം. അസ്ഥികളിൽ വേദനയുള്ള, അസ്ഥി ദ്രവിക്കുന്നു, അസ്ഥി ക്ഷയിക്കുന്നു എന്ന് തോന്നുന്ന എല്ലാ സ്ഥലങ്ങളിലും മുട്ടിന് കൈവെക്കാം. കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രാർത്ഥിക്കുന്നു ഈശോ. ഈശോ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. ഈശോ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അസ്ഥിക്കുഴകളിലെ വേദനയുള്ളവരെ കർത്താവേ, നിന്റെ നാമത്തിൽ കൈവച്ചിരിക്കുന്ന കർത്താവേ, ആ കൈകളെ നീ സ്പർശിക്കണമേ കർത്താവേ. അസ്ഥിവേദനകൾ, അസ്ഥിദ്രവിപ്പുകൾ, അസ്ഥിക്ഷയങ്ങൾ, അർബുദങ്ങൾ, അർബുദ രോഗങ്ങൾ, കരരോഗങ്ങൾ, ഹൃദയ രോഗങ്ങൾ, കണ്ണ് രോഗങ്ങൾ, വേദനകൾ യേശുനാമത്തിൽ 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 സൗഖ്യമാകട്ടെ. കർത്താവേ, ഞങ്ങളെ രോഗങ്ങള് സൗഖ്യപ്പെടുന്ന നന്ദി പറയുന്ന കർത്താവേ, തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങി എന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്
അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അർബുദ രോഗങ്ങൾ, ബ്രസ്റ്റിലെ ക്യാൻസർ, കരളിലെ ക്യാൻസർ, മാംസപേശികളിലെ ക്യാൻസർ, അസ്ഥികളിലെ ക്യാൻസർ, കർത്താവെ സ്പർശിക്കണമേ. അങ്ങനെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. മക്കളുടെ സമയത്തിന്റെ മേലെ അധികാരമുള്ളവനെ കർത്താവെ, അവരുടെ ആയുസ്സിന്റെ മേൽ അങ്ങ് സ്പർശിക്കണമേ. യേശു നാമത്തിലെ മാരക രോഗങ്ങള് സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, കർത്താവേ, രോഗങ്ങൾ സുഖപ്പെടുത്തി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതൽ ഇന്നു പ്രാപിക്കാം, വിടുതൽ ഇന്നു പ്രാപിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. മക്കളെ, വൈവാഹിക തടസ്സങ്ങൾ, മക്കളില്ലാത്തവരുടെ മനോവിഷമങ്ങൾ, ഭവനരഹിതര്, സ്ഥലമില്ലാത്തവര്, ജീവിത മാർഗങ്ങൾ മുട്ടിപ്പോയവർ, വരുമാനം നഷ്ടപ്പെട്ടവർ, ജോലി തകർച്ച, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് പ്രോസസ്സിങ് നടക്കാത്തവർ, ഇൻ്റർവ്യൂ ടെസ്റ്റും തോറ്റുപോയവർ, പ്രൊഫഷണൽ എക്സാം, നൈപുണ്യ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ എഴുതിയിട്ടും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയവർ, ജീവിത മാർഗം ഇരുണ്ടു പോയവരുടെ മേൽ കർത്താവേ, കർത്താവേ സ്പർശിക്കണമേ. കർത്താവേ, ജീവിത മാർഗം ഇരുണ്ടുപോയ ഓരോ മകനെയും മകളെയും കർത്താവേ അങ്ങനെ തിരുസ്ഥിതി സമർപ്പിക്കുന്നു. വൈവാഹ ദോഷങ്ങൾ, മക്കൾ ഇല്ലാത്തവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, പലതരത്തിൽ ഭാഗഉടമ്പടി നടക്കാത്തവർ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, ജാമ്യം ലഭിക്കാത്തവർ, പലതരത്തിൽ കുരുക്കിൽ അകപ്പെട്ടിരിക്കുന്നവർ, സിവിൽ കേസുകൾ കർത്താവിൻ്റെ നാമത്തിൽ സ്പർശിക്കപ്പെടട്ടെ. മാരക രോഗങ്ങളും തീരവേദനകളും ജീവ ദുരിതങ്ങളും യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. വിടുതലിൻ ആത്മാവേ എന്നിൽ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി എന്നിൽ പടരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം അവനുമായി ഈശോനെ തന്നെ നോക്കുക. ഉടമ്പടി സമയത്തിൻ്റെ പ്രാർത്ഥനയാണ്. സമയം നിനക്ക് വേണ്ടി ചുരുക്കാൻ അധികാരമുള്ളവനാണ് അൾത്താറയിലുള്ളത്. അവൻ്റെ അടുത്ത് നിൽക്കുന്ന അമ്മ നിനക്ക് വേണ്ടി സമയം ചുരുക്കാൻ മാധ്യശക്തിയുള്ളയാളാണ്. നീ നിൻ്റെ ഡേറ്റുകളെ ഇപ്പോഴും ഈശോയ്ക്ക് സമർപ്പിക്കുക. നിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് സമർപ്പിക്കുക. ജപ്തി നടപടിക്ക് സമയം വെച്ചിരിക്കുന്ന ഡേറ്റ് സമർപ്പിക്കുക. നിൻ്റെ സ്ഥലം ലേലത്തിൽ പോകാനാണെങ്കിൽ ആ ലേലത്തിൻ്റെ ഡേറ്റ് നീ സമർപ്പിക്കുക. നിൻ്റെ പരീക്ഷാ തീയതികളെല്ലാം ആ തീയതിയായിട്ട് തന്നെ ഇപ്പോഴേ സമർപ്പിക്കുക. നിൻ്റെ യാത്രയുടെ തീയതികൾ നീ ഓർത്ത് സമർപ്പിക്കുക. അങ്ങനെ നീയുമായി ബന്ധപ്പെട്ട എല്ലാ സമയങ്ങളും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ആ ഡേറ്റ് സമർപ്പിക്കുക. ആ ഡേറ്റിൽ സമയത്തിൽ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ സാന്നിധ്യം പ്രകടമാകും. ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകും.
സൂര്യനെ നിശ്ചലമാക്കുന്ന ദൈവികമായ ശക്തിയാണ് ബൈബിളിൻ്റെ ശക്തി. നിനക്ക് വേണ്ടി സമയം നിശ്ചലമാക്കുന്ന ദൈവം. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നീ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിനക്ക് വേണ്ടി സമയം നിശ്ചലമാക്കുന്ന ദൈവത്തിൻ്റെ ശക്തി എല്ലാ മക്കളിലും പ്രവാസിക്കട്ടെ. ഈശോ ഡേറ്റുമായി ബന്ധപ്പെട്ടിട്ട് സമയം, മുഹൂർത്തങ്ങൾ, തീയതികൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ശക്തി കർത്താവെ അതിലേക്ക് ആവശ്യിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സമയത്തിലെ കർത്താവെ നിൻ്റെ മഹത്വത്തിൻ്റെ അടയാളം വ്യക്തമാക്കണമേ. സമയത്തിൽ കർത്താവെ നിൻ്റെ മഹത്വത്തിൻ്റെ അടയാളം വ്യക്തമാക്കണമേ. സമയത്തിൽ കർത്താവെ നിൻ്റെ മഹത്വത്തിൻ്റെ അടയാളം വ്യക്തമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നി അഭിഷേകമേ, അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഗ്നി അഭിഷേകമേ, ഓ അഗ്നി അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഫുഡ് മെറ്റീരിയൽസ് വിൽക്കാനോ ഫുഡ് പ്രോസസ്സ് ചെയ്യാനോ ഉള്ള ഒരു ചെറുകിട ഫാക്ടറി, വലിയ ഫാക്ടറിയുമാകാം, അല്ലെങ്കിൽ അതിൻ്റെ ബിസിനസ്സാകാം. അത് ഉടമ്പടി വെച്ചിരിക്കുന്ന മേലും അത് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേലും കർത്താവിൻ്റെ കൃപ ഇപ്പോഴ് ഒഴുകുകയും അതിൻ്റെ എല്ലാ തടസ്സങ്ങളും മാറി ജീവിതമാർഗം കർത്താവ് തുറക്കുകയാണ്. ചെറുകിട വ്യവസായങ്ങൾ, വൻകിട വ്യാപാരങ്ങളെല്ലാം ഈ നിമിഷം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കണ്ണിൽ ഇടയ്ക്കിടയ്ക്ക് ചോര കയറി വരും. കണ്ണിൻ്റെ എന്താ അസുഖമാണത്? ചോര ഇങ്ങനെ പൊടിക്കും കണ്ണിലെ. കർത്താവ് ആ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ ഇപ്പോൾ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്തുതിയുടെ ഹല്ലേലൂയ. മുഖത്ത് അതുപോലെ മനുഷ്യരെ കാണുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ഡിസ്ലൊക്കേഷനായിട്ട് മുടി വളരുന്നു. ഇങ്ങനെ പുറ്റുപോലെ ചിലപ്പോൾ നെറ്റിയുടെ നടുക്കൊക്കെ മുടി വളരും, അല്ലെ കൈയുടെ മുറ്റുപോലെ ഇങ്ങനെ മുടി വളരും. ഹോർമോൺ ഡെഫിഷ്യൻസിയാണ്. കർത്താവ് വ്യക്തിയെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. അരക്കെട്ടിന് താഴേക്ക് അസ്ഥി സൂക്ഷിച്ചു പോകുന്നു. അരക്കെട്ടിന് താഴേക്ക് അസ്ഥി സൂക്ഷിച്ചു പോകുന്നു. തോളിന് താഴേക്ക് ശരീരത്തിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലാകുന്നു. തോളിന് താഴേക്ക് ഉദരം ഉൾപ്പെടെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലാകുന്നു. അരക്കെട്ടിന് താഴേക്ക് അസ്ഥി സൂക്ഷിച്ചു പോകുന്നു. ആ വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇതിങ്ങനെ വരണതിന് മുമ്പ് സിഗരറ്റ് വലികളിലൂടെ കരളിന് എന്തോ കാര്യമായ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. കരളിന് രോഗികളെ, അതായത് ഇതുപോലെയുള്ള എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കരളിന് വലിയ ഡ്യൂട്ടി വന്നു പോയിട്ടുള്ള ആൾക്കാരെ കർത്താവ് ഇപ്പോൾ സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന സ്തുതിയുടെ ഹല്ലേലൂയ. നൽകുന്ന സൗഖ്യത്തെ ഓർത്ത് പറയുന്ന കർത്താവേ ആരാധന. നിന്നാൽ രക്തസ്രാവമുണ്ട്. തിരശ്ചീനമായിട്ട് കിടക്കുകയാണെങ്കിൽ രക്തസ്രാവമില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കണില്ല. പക്ഷെ ആ രോഗിയെ ഇപ്പോൾ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. മറ്റുള്ളവരോട് പറയാൻ പ്രയാസമുള്ള ജനിതകമായ വിഷയങ്ങളുടെ മേൽ കർത്താവിൻ്റെ സൗഖ്യം പടരുന്ന സ്തുതിയുടെ ഹല്ലേലൂയ. വീണ്ടും മൗനമായി പ്രാർത്ഥിക്കട്ടെ. ഉടമ്പടി ചെയ്ത വിഷയങ്ങളുടെ മേൽ നീ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോനോട് മൗനമായി പ്രാർത്ഥിക്കുക. ഇപ്പോഴും നമ്മൾ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്.
നിങ്ങൾ നേർച്ച വസ്തു ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലുക. ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, മാരക രോഗങ്ങൾ സുഖപ്പെടുത്തുമ്പോൾ നന്ദി പറയുന്നു. ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ, സൗഖ്യത്തിൻ്റെ ആത്മാവിനെ, വിടുതലിൻ്റെ ആത്മാവിനെ നൽകുന്നതിനോട് നന്ദി പറയുന്നു. സന്താനരഹിതരെ, ഭവനരഹിതരെ ആശീർവദിക്കുന്നതിനോട് നന്ദി പറയുന്നു. ഇപ്പോൾ വിദൂരങ്ങളിലായിരുന്നു കൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുത്ത് നിയോഗങ്ങൾ സമർപ്പിക്കുന്നവരെ അങ്ങ് ആശീർവദിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ, കർത്താവിൻ്റെ ശക്തി എല്ലാ കുടുംബങ്ങളിലേക്കും കർത്താവെ നിറയുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ, മനമുയർത്തി സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇപ്പോൾ കർത്താവ് ഉടമ്പടിയിട്ട് എല്ലാ മക്കളെയും ആശീർവദിക്കുന്നു. വിവിധ ജില്ലകളിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കർത്താവിനെ ഉടമ്പടി ചെയ്ത് എല്ലാ മക്കളുടെ മേലും കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും വർഷിക്കപ്പെടുന്നു. യേശുവേ, 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 യേശുവേ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. ദൂരങ്ങളിലായിരുന്നു കൊണ്ട് പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന മക്കളുടെ നിയോഗങ്ങൾ ഏറ്റെടുത്ത പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഉടമ്പടിയിൽ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളുടെ മേലും ദിവ്യാത്മാവിനെ വർഷിപ്പിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും. ആദ്യ ചൊവ്വാഴ്ച പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് യൂട്യൂബിലെയും ഫേസ്ബുക്കിലൂടെയും ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിച്ചവരെ ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും.